അപ്പോൾ ഇതാ കുറേ കടുക്ക കിട്ടി. അപ്പം നമുക്ക് കടുക്ക ഉണ്ടാക്കിയാലോ, കടുക്ക നിറച്ചത്. അപ്പോൾ ഇതാ അമ്മ ചേച്ചിയും കൂടി ഇതിൻ്റെ അകത്ത് വലുത് നോക്കി തിരഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് ചേച്ചിയും കൊണ്ടുപോകുന്നുണ്ട് കല്ലുമ്മക്കായി നിറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒരു ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് പെരുംജീരകം ക്രഷ് ചെയ്തിട്ട് അത് കുറച്ചധികം കൊച്ചുള്ളി അഥവാ ചെറിയുള്ളി എടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് മെയിന് വേണ്ടത് നല്ല കഴുകി വൃത്തിയാക്കിയ കല്ലുമ്മക്കായാണ്. ഇതിൻ്റെ ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ അകത്ത് നല്ലോണം കുറച്ചിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അതിനൊരു നല്ല ചൊയയുണ്ടാവും ഈ ഒരു കൂട്ടിന്. അപ്പോൾ അതിന് ശേഷം ഇത് കുറച്ചധികം ചോറും എടുത്തതിന് ശേഷം മിക്സിയിൽ നല്ല പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഈ ആദ്യം അരച്ച് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ഇടുക. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ എന്ന് വെച്ചാൽ ഞാനിവിടെ അരിപ്പൊടിയാണ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇടുന്നുണ്ട്. ഓരോരുത്തർ പുഴുങ്ങലരി ഓരോ അരിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ കീറി വെച്ച നമ്മുടെ ഈ ഇതില്ലേ കല്ലുമ്മക്ക അതിനകത്തേക്ക് ഓരോന്നോരോന്നായി നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുക. ഞാനും അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആവി പുഴുങ്ങിയെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പാനിൽ പൊരിച്ചെടുക്കുന്നത്. കിടിലൻ ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ്നെസ് ഒക്കെയാണ്. ഇത് അച്ഛനും മോനും കൂടി മാക്ക അടിക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബായ്.